Once again, good evening. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഒരു 10 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മൗന പ്രാർത്ഥനയോട് ഇത് തുടങ്ങാം അല്ലെ. നമുക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഒരു 10 സെക്കൻഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ എല്ലാവർക്കും ഞാനേ നമ്മളുടെ സിയാർ സാർ എന്നെ പരിചയപ്പെടുത്തി. പേര് അനീസ്, സ്വദേശം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ. നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഒരു പക്ഷെ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം. കാരണം ഇന്ന് നമ്മളുടെ സിയാദ് സാർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു അല്ലെ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സൂചന നിങ്ങൾക്ക് ഓൾറെഡി തന്നു. അപ്പൊ മറ്റൊന്നല്ല, ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും അറിയപ്പെടാൻ പോകുന്ന ഒരു വലിയ കമ്പനിയുടെ, ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലാൻ പ്രസന്റേഷനിലോട്ടാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ലോകത്ത് തന്നെ തരംഗമാവാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഇത്രയധികം തരംഗമാവുന്നത് എന്നുള്ളത് നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും. ഇന്ന് വന്ന പലർക്കും ഒരു പക്ഷെ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ പുതുതായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രോഗ്രാം എന്നറിയാനുള്ള, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ പോവുകയാണ്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ശ്രദ്ധ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് ക്ഷണിക്കപ്പെടുകയാണ്. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ശ്രദ്ധ, അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും മീറ്റിംഗിൽ കയറാനുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് അവർ ഈ ഒരു പ്രോഗ്രാമിൽ കയറ്റുവാനും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസന്റേഷനിലോട്ട് പോവുകയാണ്. സോ ഒരു ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് യെസ്, നമുക്കറിയാം 2018 ഓഗസ്റ്റ് മാസത്തില് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഈ MLM ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു നിരീക്ഷണ സംവിധാനം അല്ലെ, ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അത് തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ വെച്ചിട്ടാണ് 8-ാം തീയതി അത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടായത്. മുഖ്യമന്ത്രിയുടെ ആ ഒരു അധ്യക്ഷതയിലാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം, ആ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളുടെ പിണറായി വിജയൻ സാറാണ് ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗില് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നടന്ന ആ പ്രോഗ്രാമില് ബഹുമാനപ്പെട്ട നമ്മുടെ ഫൗണ്ടർ, ഈ കമ്പനിയുടെ, ഞാൻ ഇന്ന് പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ മിസ്റ്റർ അർഷാദ് സാറിനും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ 2018 ഓഗസ്റ്റ് മാസം 9-ാം തീയതി, 8-ാം തീയതി പ്രോഗ്രാം നടന്നു. 9-ാം തീയതി അതിലുള്ള സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, നിയമ സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അതായത് ഈ കമ്പനിയുടെ ജന്മദിനം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാം നമുക്ക് ഓഗസ്റ്റ് 9, 2018. നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഓക്കെ, ഇതിന്റെ നമ്മളുടെ കമ്പനി ലീഡ് ചെയ്യുന്നത് പ്രഗത്ഭരായിട്ടുള്ള ഒരു പറ്റം സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 2018 തുടങ്ങിയ ഒരു സ്ഥാപനം 6 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഓക്കെ, നമ്മളുടെ ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ടാക്സ്, GST, TDS അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും, എല്ലാ ഗൈഡ് ലൈനും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കമ്പനിയുടെ വിഷൻ ടോപ്പ് 500 കമ്പനീസിൽ ഇൻ ദ വേൾഡ് ബൈ 2035, അതായത് 2035 കൂടി ലോകത്തിലുള്ള 500 ഫോർച്യൂൺ കമ്പനികളിലെ ടോപ്പ് 10 കമ്പനികളിൽ ഒരു കമ്പനിയായിട്ട് മാറുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കമ്പനിയുടെ വിഷണറി ഫൗണ്ടർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പറ്റം ആളുകൾക്ക്, ഒരു കമ്മ്യൂണിറ്റിനെ ഒരു റിച്ച്നെസ്സും അത് ആരോഗ്യവും അവരിലോട്ട് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ആശയം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. സോ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്.
ഇനി നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഓതന്റിക്കേഷൻസ്, ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, FSSI സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കേരളയുടെ FSSI സർട്ടിഫിക്കറ്റ്, പിന്നെ GST സർട്ടിഫിക്കറ്റ് കേരള, കർണാടക ആൻഡ് ഡൽഹി. ഇത്രയും എല്ലാ ഡോക്യുമെന്റ്സോട് കൂടിയിട്ടും എല്ലാ ലീഗാലിറ്റിയോട് കൂടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പറ്റം സ്ട്രോങ് പില്ലേഴ്സ് ഇതിന്റെ ബാക്കിലുണ്ട് എന്നുള്ളത് അല്ലെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ. അതിൽ നമ്മുടെ കമ്പനിയുടെ വിഷണറി ഫൗണ്ടർ ആയിട്ട് വരുന്നത് ഡോക്ടർ മിസ്റ്റർ അബ്ദുൾ അർഷാദ് സാറാണ് ഈ ഒരു കമ്പനിയുടെ ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ട്രെയിനർ ആയിട്ട് വരുന്നത് എഡിസൺ ഫ്രാൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് മെന്റർ പ്രേംലാൽ, മിസ്റ്റർ പ്രേംലാൽ സാർ. ഈ മധുസൂദൻ സാറാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ. ഉബൈദ് സാർ ഒരു കമ്പനിയുടെ മറ്റൊരു ബോർഡ് ഓഫ് ഡയറക്ടർ ആണ്. പിന്നെ സുധാകരൻ NV കമ്പനിയുടെ ജനറൽ മാനേജർ ആണ്. ഇത്തരത്തില് മാർക്കറ്റില് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഡോക്ടർ അർഷാദ് സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാർക്കറ്റിൽ 10-20 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ്, ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നിലവിൽ അദ്ദേഹം LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രഗത്ഭ അവാർഡിന് 5 പേരിൽ ഒരാളായിട്ടുള്ള അവാർഡിന് അർഹനായിട്ടുള്ള, അതിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച്, അർഹനായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ മിസ്റ്റർ അബ്ദുൾ അർഷാദ് സാറ്. ഓക്കെ, ബേസിക്കലി അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതോടൊപ്പം തന്നെ നിലവിൽ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ഇവരാണ് നമ്മുടെ കമ്പനിയെ ലീഡ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മിസ്റ്റർ ഡോക്ടർ സജീവ് കുമാർ PhD. അദ്ദേഹം ഫുഡ് മെഡിസിൻ, അതായത് ഫൗണ്ടർ ഓഫ് ആയുഷ് പത്മ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ CEO ഓഫ് ആയുർ യുവ, അതോടൊപ്പം തന്നെ റിസർച്ചറാണ് എത്തനോ മെഡിസിനിൽ. പിന്നെ കർണാടക KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ ഫോർമർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചർ ആണ് അദ്ദേഹം. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് റീസെന്റ് ഒരുപാട് ഫീച്ചേഴ്സ് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലങ്ങളിലും ഒക്കെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ സജീവ് കുമാർ. അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങൾ എയിംസ് പോലെയുള്ള എയിംസ് അക്സെപ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു പത്ര ലേഖനം കൂടി നമ്മൾ ഇതിനിടയ്ക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളുടെ കമ്പനിയുടെ ബാക്ക് ബോൺ. നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രൊഡക്റ്റുകൾ, ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം നമ്മുടെ കമ്പനിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ 25ഓളം വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ഇനി വരാൻ പോവുകയാണ്. ഇപ്പൊ നിലവിൽ നമുക്കറിയാം 15ഓളം പ്രൊഡക്റ്റുകൾക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് വരുന്നത് ഡോക്ടർ AV സുരേഷ് സാറാണ്. അദ്ദേഹം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്, റിട്ടയർഡ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ് സുരേഷ് സാറ്. ഓക്കെ, ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരു 2 മിനിറ്റ് മുന്നേ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ കമ്പനിയുടെ മാത്രം ഒരു പ്രത്യേകത 15ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ MLM കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ഇന്ന് നിലവിൽ നമുക്കാണ് റെക്കോർഡ്. ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പൊ 15 ആണെങ്കിൽ അത് ഇനി 25ലോട്ട് വളരെ താമസിയാതെ തന്നെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് നമുക്ക് വളരെ ലൈവായിട്ട് നമുക്കറിയാം. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പക്ഷേ ഇന്ന് പുതുതായിട്ട് വന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം. ആയുർവേദത്തിൽ അലോപ്പതി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ എടുത്തു പറയാം. മറ്റൊന്നുമല്ല, അതില് ഒരു കെമിക്കലോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു മെഡിസിൻ അല്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്, വെൽനെസിനും മുകളിലാണ്. നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർട്ടിഫിക്കേഷൻ, ആയുഷ് പോലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് ഹൈ എൻഡ് ആയിട്ടുള്ള ഏറ്റവും എൻഡിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ന്യൂട്രാസ്യൂട്ടിക്കൽ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ, എന്തൊക്കെയാണ് അതിന്റെ കടമ്പകൾ എന്നുള്ളത്. അത്തരത്തിൽ ആ ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒട്ടുമിക്ക പ്രൊഡക്റ്റുകൾക്കും മാർക്കറ്റിൽ വളരെയധികം റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളുടെ ഒരു വലിയ പ്രസ്ഥാനം കൂടിയാണ് നമ്മളുടെ ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയുന്നത് എന്ന കമ്പനി. നമ്മുടെ പ്രൊഡക്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റുകളുടെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അടുത്തത് നമ്മളുടെ പ്രൊഡക്റ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ്. ഓക്കെ, നമ്മളുടെ GMP പോലെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, യെസ്. ഇനി കമ്പനിയുടെ പ്രൊഫൈൽ ഞാൻ ഓൾറെഡി പറഞ്ഞു.
പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു, ഫൗണ്ടറെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ബാക്ക് ബോൺസ് ആയിട്ടുള്ള ഡോക്ടർ സജീവ് കുമാർ സാറിനെ കുറിച്ചും പറഞ്ഞു. ഇനി എന്താണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ബൈനറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിനെ നമുക്ക് ബൈനറി എന്നല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബൈനറി എന്ന് വിളിക്കാം. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരുപാട് ബോണസുകൾ നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ് ഓക്സി. അതിൽ ആദ്യത്തെ ബോണസ് ആണ് ടീം ബോണസ്, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ബോണസ്, പിന്നെ ITB. എന്താണ് ടീം ബോണസ്, എന്താണ് സ്റ്റാർട്ടപ്പ് ബോണസ്, എന്താണ് ITB എന്ന കാര്യങ്ങളിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇതിൽ മെയിൻലി നമുക്ക് 5 ക്ലബ്ബുകളാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഭാഗമായിട്ട് മാറുവാൻ തികച്ചും ഫ്രീ ആണ്. പക്ഷെ കമ്പനി പറയുന്ന ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്കും നമ്മളുടെ മറ്റുള്ളവരിലോട്ടും എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള ഒരു ക്ലബ്ബുകളുടെ ഭാഗമാവേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ക്ലബ്ബുകളുടെ ഭാഗമാവുക, അതിനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 5 ക്ലബ്ബാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, രണ്ടാമത്തത് പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇത്തരത്തിലുള്ള 5 ക്ലബ്ബുകളാണ് നമുക്കുള്ളത്. ഇനി എന്താണ് സ്റ്റാർട്ടപ്പ് ക്ലബിന്റെ ആ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനി ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ RP എന്ന പേരിൽ റിവാർഡ് പോയിന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 10 RP എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. സ്റ്റാർട്ടപ്പ് ക്ലബിന്റെ താഴെ 10 RP, അതായത് ബ്രാക്കറ്റിൽ 1000+ എമൗണ്ട്, 1000 രൂപയോ അതിന് മുകളിലോ വരുന്ന ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് 10 RP വരുന്ന രീതിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിന്റെ ഭാഗമാവാം. അടുത്തത് പ്രീമിയം ക്ലബ്ബ്, 100 RP. അവിടെ 10 ആയിരുന്നെങ്കിൽ ഒരു 0 കൂടി 100 RP ആയി. അപ്പോ ഇവിടെ 10,000+ വരുന്ന എമൗണ്ടിന്റെ ഒരു വേരിയേഷൻ വരും. ഓക്കെ, നേരത്തെ 1000 ആയിരുന്നെങ്കിൽ ഇവിടെ 10,000 രൂപക്കുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും, 100 RP കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. അടുത്തത് മില്യൺ ക്ലബ്ബാണ്, 1000 RP ആണ്, ഏകദേശം 1,00,000 രൂപക്ക് മുകളിലാണ് ആ ഒരു എമൗണ്ട് വരുന്നത്. പിന്നീട് ബില്യൺ ക്ലബ്ബാണ്, 10,000 RP ആണ്, 10 lakh. പിന്നെ ട്രില്യൺ, 1 CR, 1,00,000 RP. നമുക്ക് നിലവിൽ ഈ ലാസ്റ്റ് പറഞ്ഞ ബില്യണും ട്രില്യണും നിലവിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിലൂടെ മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബും പ്രീമിയം ക്ലബ്ബും നിലവിൽ ആക്റ്റീവ് ആണ്. മില്യൺ ക്ലബ്ബ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലോട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കമ്പനി പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. എന്താണ് കമ്പനിയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ട്രഷർ പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന് കൊണ്ടുവന്ന ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്പനി എന്ന് നമുക്ക് ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് വിശേഷിപ്പിക്കാം. കാരണം ഈ ഒരു പ്ലാനാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫീൽഡിൽ പോയിട്ട് ഒരാളോട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവര് വളരെയധികം വണ്ടറടിച്ച്, ഇന്നലെയും ഇന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പേഴ്സണലി അനുഭവം എന്ന് പറയുന്നത് സൂപ്പർ പ്ലാൻ. അതായത് ആദ്യം ഇത്തരത്തിലൊന്നും ബിസിനസ്സിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ ആളെ ഒരു 5 മിനിറ്റ് ഇരുത്തി ഈ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത ശേഷം അവർ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ അടിപൊളി പ്ലാന്, ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്ലാന് നമ്മൾ കണ്ടിട്ടില്ല, സൂപ്പർ പ്ലാൻ എന്ന് പറഞ്ഞ് അവർ ആ സമയത്ത് തന്നെ സ്പോട്ടില് നമ്മളുടെ കമ്പനിയുടെ ഭാഗമായി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണ് ഈ ഒരു ട്രഷർ പ്ലാൻ എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ക്ലബ്ബുകളെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമാവുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു 10 RP പർച്ചേസ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എടുത്ത് ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 1000 രൂപ പ്ലസ് വരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അത് കമ്പനിയുടെ വെൽനസ് പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് തന്നെ, ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ഭാഗമാവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 1100, 1200 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു വെൽനസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എമൗണ്ടിനുള്ള തത്തുല്യമായിട്ടുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ഹാപ്പിയാണ്. ഇനി ഈ ഒരു ബിസിനസ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, കാലഘട്ടത്തിന്റെ ബിസിനസ് മോഡൽ ആയിട്ടുള്ള ഈ ബിസിനസിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ആ വരുമാനത്തിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സ്ക്രീനിൽ, നിങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു ബിസിനസിന്റെ ഭാഗമായി 10 RP വരുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരാളെ ഡയറക്റ്റ് നമ്മളുടെ കെയർ ഓഫിൽ ഡയറക്റ്റ് ഒരാളെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ഇതേ 10 RPയുടെ 1000 രൂപ വരുന്ന ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ ഒരാളെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് 50 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബോണസ്. അതിൽ റഫറൽ ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിനെ വിളിക്കാവുന്നതാണ്. സ്റ്റാർട്ടപ്പ് ബോണസ് എന്നാണ് നമ്മുടെ കമ്പനി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 50 രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടും. ഇനി അടുത്തൊരു ഇൻകം എന്ന് പറയുന്നത് പെയർ മാച്ച് ഇൻകം ആണ്. എങ്ങനെയാണ് ഈ പെയർ മാച്ച് ഇൻകം കിട്ടുന്നത് വെച്ചാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ബൈനറി മോഡൽ ബിസിനസ് ആണ് ഇത്. 2 ഓർഗനൈസേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, എ ബി എന്ന് പറയുന്ന 2 ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനിലൂടെ വരുന്ന ഓരോ ജോഡി ബിസിനസിനും നിങ്ങൾക്ക് 200 രൂപ വെച്ചിട്ട് പെയർ കമ്മീഷൻ അല്ലെങ്കിൽ പെയർ മാച്ച് ഇൻകം കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇൻകം മാത്രം റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു എക്സ്ട്രാ സി എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും 2 പേര് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് സി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെ വരുമ്പോഴാണ് ആദ്യത്തെ ഇൻകം നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതായത് 1:2 അല്ലെങ്കിൽ 2:1, ഇതിൽ ഏത് റേഷ്യോയിലും നമുക്ക് ആ ഒരു ഇൻകം വരാം. ഓക്കെ, സോറി, ബിസിനസ് വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻകം 200 രൂപ റിലീസ് ചെയ്യും. അടുത്തത് പിന്നീട് അങ്ങോട്ട് 1:1 നമുക്ക് ഓരോ പെയർ മാച്ചിങ്ങും കിട്ടുന്നത്. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് മാക്സിമം ഒരു 25 ജോഡി, ഓക്കെ, 25 ജോഡിയുടെ എമൗണ്ട് ആയിട്ടുള്ള 5000 രൂപ സീലിംഗ് എമൗണ്ട് ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ഓക്കെ, ഒരാളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടി 50 രൂപ. ഒരു ജോഡി ബിസിനസ് വന്നു കഴിഞ്ഞാൽ 200 രൂപ പെയർ മാച്ചിങ്ങും കിട്ടി. പിന്നീട് അത് ആ ബിസിനസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 2 ചാനലുകളിലായിട്ട് പോകുമ്പോൾ ഒരു ദിവസം മാക്സിമം 5000 രൂപ, അതായത് 25 ജോഡിയുടെ എമൗണ്ട് ആണ് നമുക്ക് ഒരു ഐഡിയയിലൂടെ കിട്ടുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഡി ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ 3 ഐഡികൾ അദ്ദേഹത്തിന്റെ പേരിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ കമ്പനിയിൽ പേരും ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 3 ഐ ഡി അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആവും. പക്ഷെ അത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 3 ഐഡികളിലും ബെനിഫിറ്റ് കിട്ടുള്ളൂ. 3 ഐഡികളിലും 10 RP വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ട്രഷർ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ പറഞ്ഞു അല്ലെ. ഇവിടെ ഓരോ ജോഡിക്കും 200 രൂപയാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റാർട്ടപ്പ് പ്ലാനിൽ എന്നും ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ കമ്പനി ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ മൂന്നാമത്തെ ജോഡി, ഇവിടെ ബ്ലൂ മാർക്ക് ഉണ്ടോ, ഈ ഒരു എല്ലാ മൂന്നാമത്തെ ജോഡിയുടെ എമൗണ്ടും കമ്പനി ഡിഡക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മിറർ ആയിട്ടുള്ള ഒരു പ്രീമിയം ക്ലബ്ബ് എന്ന് പറഞ്ഞ 2ാമത്തെ ക്ലബ്ബ്, അതായത് 100 RPയുടെ ക്ലബിലോട്ട് ഇവിടെ കണ്ടോ 10000 രൂപ പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പാക്കേജ് ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി മാറ്റിവെക്കും. ഏകദേശം ഒരു 150ഓളം ബിസിനസ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ 10000 രൂപ ഇവിടെ ടച്ച് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ആവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 3, 6, 9, 12, 15, 18, 21, 24 ഇങ്ങനെ 3ന്റെ ഗുണിതങ്ങളായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള 24 കഴിഞ്ഞാൽ 27, 32, 31 അങ്ങനെ ആ മൂന്നാമത്തെ എല്ലാ ബിസിനസിന്റെ എമൗണ്ടും കമ്പനി ഡിഡക്ട് ചെയ്തുകൊണ്ട് ഈ പ്രീമിയം ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കമ്പനി മാറ്റുന്നതാണ്. അടുത്തത് പ്രീമിയം ക്ലബിലോട്ട് നമ്മൾ എത്തുന്ന സമയത്തുള്ള ബെനിഫിറ്റാ പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരാളെ പ്രീമിയം സ്റ്റാർട്ടപ്പ് ക്ലബിൽ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് 50 രൂപ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഒരാളെ പ്രീമിയത്തിൽ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് 500 രൂപയായിരിക്കും അദ്ദേഹത്തിന് സ്റ്റാർട്ടപ്പ് ബോണസ് അതല്ലെങ്കിൽ റെഫറൽ ഇൻകം ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ 1:2, 2:1 എന്ന റേഷ്യോയില് ഓരോ ജോഡി ബിസിനസ്സിനും നമുക്ക് 2000 രൂപയാണ്. നേരത്തെ 200 രൂപ ആയിരുന്നെങ്കിൽ ഒരു 0 കൂടി. ഇവിടെ നടക്കുന്ന ഓരോ ജോഡി ബിസിനസ്സിനും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 2000 രൂപയാണ് പെയർ കമ്മീഷൻ ആയിട്ട് അല്ലെങ്കിൽ പെയർ ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെയും കമ്പനി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? നമുക്ക് ഒരു ദിവസം മാക്സിമം 10 പെയറിന്റെ, നേരത്തെ 25 പെയർ ആയിരുന്നു, പക്ഷെ ഇവിടെ 10 ജോഡിയുടെ എമൗണ്ട്, അതായത് 20,000, 10 × 2000 എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ് ഒരു ദിവസം കമ്പനി സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. ഇവിടെയും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ മൂന്നാമത്തെ ജോഡിയുടെ എമൗണ്ട് കമ്പനി കട്ട് ചെയ്യും. അതായത് ഈ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു കോളത്തിൽ ഉണ്ടോ, ഇതുപോലെ 3, 6, 9, 12, 15 അങ്ങനെ പോകുന്ന എല്ലാ മൂന്നാമത്തെ ഐഡിയുടെ എമൗണ്ട് കമ്പനി കട്ട് ചെയ്തുകൊണ്ട് ഡിഡക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ അടുത്ത ആക്ടിവേഷന് ടോപ്പ് അപ്പ് വാലറ്റ് ആയിട്ട് അടുത്ത നമ്മളുടെ മില്യൺ ക്ലബിലോട്ട്, ഓക്കെ, അതായത് 1,00,000 1000 RP വരുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പാക്കേജിലോട്ട് കമ്പനി നമ്മൾ അറിയാതെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ ID നമുക്ക് അവിടെ ആക്ടിവേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഓരോ ആളുകളെ ഈ ഒരു ബിസിനസ്സിലോട്ട്, ഈ ബിസിനസ് MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ 1,00,000 രൂപയുടെ പാക്കേജ് നമ്മൾ ആക്ടിവേഷൻ ആവുന്ന സമയത്താണ് അടുത്തത് നമുക്ക് കിട്ടുന്നത് ബോണസ്. അവിടെ ആദ്യം 50 ആയിരുന്നു, പിന്നെ 500 ആയി. പക്ഷെ ഇതിലൊരാളെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
സ്റ്റാർട്ടപ്പ് ബോണസ്, അതായത് റഫറൽ ഇൻകം കിട്ടുന്നത്. ഒരാള് ഓട്ടോമാറ്റിക്കലി വന്നാലും ഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് സ്പോൺസർ ഇൻകം, അതായത് റഫറൽ ഇൻകം പല രീതിയിൽ നമുക്ക് വിളിക്കാം, മനസ്സിലാവുന്ന രീതിയിൽ 5000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കിട്ടാൻ പോകുന്നത്. ഇവിടെ 1000 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്യുകയോ നമ്മളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് രണ്ട് ഓർഗനൈസേഷനിലായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇൻകം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1:2 അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിൽ വരണം. അതിനുശേഷം ഇതിൽ ഓരോ ജോഡി ബിസിനസ്സും മാച്ച് ആവുന്ന സമയത്ത് നമുക്ക് പെയർ മാച്ചിങ് നേരത്തെ 2000 ആയിരുന്നെങ്കിൽ, പ്രീമിയം ക്ലബിൽ 2000 ആയിരുന്നെങ്കിൽ നമുക്ക് മില്യൺ ക്ലബിൽ കിട്ടാൻ പോകുന്നത് 20,000 റുപ്പീസ് ആണ് ഒരു ജോഡിക്ക് കിട്ടുന്നത്. നമ്മുടെ ലെഫ്റ്റിൽ ഒരു ബിസിനസ്സും റൈറ്റിൽ ഒരു ബിസിനസ്സും ആക്ടിവേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആക്ടിവേഷന് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മാക്സിമം 10 ജോഡിയുടെ ക്യാഷേ കിട്ടുള്ളൂ. അതായത് 2 ലക്ഷം രൂപ വരുമാനം കിട്ടാൻ കിട്ടുന്ന ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമാണ് ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യം ഞാൻ പറഞ്ഞു 5000 കിട്ടിയ ഒരു ദിവസം മാക്സിമം സീലിംഗ്. രണ്ടാമത്തതിൽ നമുക്ക് പറഞ്ഞു 20,000 ആയിരുന്നെങ്കിൽ ഇവിടെ 2 ലക്ഷം രൂപ വരെ പെർ ഡേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഈ 2 ലക്ഷം രൂപ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും മൂന്നാമത്തെ പേര് മൂന്നാമത്തെ ജോഡിയുടെ പേയ്മെന്റും കമ്പനി കട്ട് ചെയ്തിട്ട് അടുത്ത ആക്ടിവേഷനിലോട്ട് പോകുന്നതാണ്. അതായത് 10 ലക്ഷം രൂപയുടെ ബില്യൺ ക്ലബിലോട്ട് ആക്ടിവേഷനിൽ പോകുന്നതാണ്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,000 ആയിരുന്നെങ്കിൽ ഒരു പേരിന് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന എത്ര അറിയോ, 2 ലക്ഷം രൂപയാണ് നമുക്ക് ഒരു ജോഡി ബിസിനസ് മാച്ച് ആവുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ 5000 രൂപയായിരുന്നു സ്റ്റാർട്ടപ്പ് ബോണസിലെങ്കിൽ ഇവിടെ നമുക്ക് 50,000 കിട്ടും. ഇനി ഇത് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ആക്സസ് ഇല്ല പറഞ്ഞ 2 ക്ലബ്ബാണത് ട്രില്യൺ. ഈ ബില്യണിലും ട്രില്യണിലും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. നമ്മളുടെ മൂന്നാമത്തെ ജോഡി 3 ക്ലബിൽ നിന്നും എല്ലാ ക്ലബുകളിൽ നിന്നും മൂന്നാമത്തെ ജോഡിയുടെ എമൗണ്ട് ഡിഡക്ട് ചെയ്തുകൊണ്ടാണ് കമ്പനി അതിലോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പേജാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. 10 RP നിങ്ങൾ എടുത്ത് പർച്ചേസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതും 100 RPയുടെ ആക്ടിവേഷൻ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നതും 1000 RP അതായത് 1 ലക്ഷം രൂപയുടെ മില്യൺ ക്ലബിൽ നിങ്ങൾ എത്തുമ്പോൾ കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പൂജ്യങ്ങൾ കൂടുന്നതേ ഉള്ളൂ. ഇവിടെ ബോണസ് 50 ആണെങ്കിൽ ഇവിടെ 500, ഇവിടെ 5000, ഇവിടെ പെയർ ഇൻകം 200, 2000, 20,000. ഇവിടെ സീലിംഗ് ഒരു ദിവസത്തെ മാക്സിമം ലിമിറ്റ് 5000, അതോടൊപ്പം തന്നെ 20,000, പിന്നെ അതിന്റെ അപ്പുറത്ത് 2 ലക്ഷം. തൊട്ടപ്പുറത്ത് നമുക്ക് സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് പെയർ കമ്മീഷൻ പെയർ ലിമിറ്റ് എന്ന് പറയുന്നത് 25, 10, 10. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഇൻകം കിട്ടുന്ന ഒരു ദിവസം നമുക്ക് ഇൻകം കിട്ടാവുന്ന ആ ഒരു സ്റ്റേജിനെ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നുണ്ടാവും സ്ക്രീനിൽ. അതായത് സ്റ്റാർട്ടപ്പ് ക്ലബിൽ ഞാൻ പറഞ്ഞു ഒരു ദിവസം 5000 രൂപ നമുക്ക് മാക്സിമം ലിമിറ്റ്. പക്ഷെ അവിടെ ഡിഡക്ഷൻ ഉണ്ട് അല്ലെ, എല്ലാ മൂന്നാമത്തെ ജോഡിയുടെയും ഡിഡക്ഷൻ വരുമ്പോ ആ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് 3,400 ആണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പ്രീമിയം ക്ലബിലും ഡിഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14,000 രൂപയാണ്. മില്യൺ ക്ലബിൽ നമുക്ക് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നത് 1,40,40,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 ക്ലബിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1,57,400 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു ദിവസം ഒരു ഐഡിയിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ID ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 3 ID കിട്ടും എന്നുള്ളത്. ആ 3 IDയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ 1,57,400 ഇൻറ്റു 3 ഏകദേശം 4,72,200 രൂപ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ടില്ല. ഇതിനെ ഒരു മാസം കൊണ്ട് നിങ്ങൾ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,41,61,000 രൂപ കിട്ടാൻ പറ്റാവുന്ന ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും സൂപ്പർവായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ലീഗൽ ആയിട്ടുള്ള ഒരേ ഒരു കോൺസെപ്റ്റ് ആണ് ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മളുടെ പ്രീമിയം ബോണസ് അതായത് നമ്മുടെ ബില്യൺ ക്ലബ് ആക്ടിവേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് ഞാൻ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചു. ഒരു ആക്ടിവേഷൻ നടന്നാൽ നമുക്ക് 50,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റഫറൽ ബോണസ് കിട്ടും, സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ പെയറിനും 2 lakh. ഓക്കെ, മൂന്നാമത്തെ ജോഡിയുടെ എമൗണ്ട് കട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ 10 പേഴ്സിന് സീലിംഗ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 20 lakhs. ഇവിടെ ട്രില്യൺ ക്ലബാണ് നമ്മളുടെ അടുത്ത ഏറ്റവും ലാസ്റ്റിലുള്ളത്. അതായത് 1 കോടിയുടെ പ്ലാനാണിത്.
ഈ ഒരു പ്ലാനിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും എത്താന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലാനിലൊക്കെ എത്തുന്ന സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് സ്റ്റാർട്ടപ്പ് ബോണസ് തന്നെ 5 ലക്ഷം രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെയർ ഇൻകം 20 lakhs. അതോടൊപ്പം തന്നെ ഓരോ ജോഡിക്കും 20 ലക്ഷം വെച്ച് കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം 5 ജോഡിയാണ് അവിടെ സീലിംഗ് ലിമിറ്റ് ഉള്ളത്. അതായത് 1 കോടി രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ സീലിംഗ് ലിമിറ്റ് മാത്രം നമുക്ക് ഈ ഒരു പ്ലാനിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു പ്ലാന് കഴിഞ്ഞു. സിമ്പിൾ ആണ്. നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു റോയാലിറ്റി പോലുള്ള ഒരു റോയാലിറ്റി ഇങ്ങനെ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിയുടെ ഓരോ റാങ്ക് 15 ഓക്സി റൈസർ തൊട്ട് ഓക്സി എംബ്രർ വരെയുള്ള 15 റാങ്കുകളായിട്ട് കമ്പനി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 15 റാങ്കുകളിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് 10,000 രൂപ ഇൻകം വാങ്ങിക്കഴിഞ്ഞാൽ 5,000 രൂപ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ലിമിറ്റ്. നിങ്ങൾക്ക് ഒരു ITB ബോണസ് കിട്ടാനുള്ള ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് അക്യുമുലേറ്റീവ് ആണ്, ലിമിറ്റ് ആണ്. ഈ ലിമിറ്റ് നമുക്ക് കൂട്ടിയെടുക്കാം. അതായത് കമ്പനി ടോട്ടൽ ഓരോ മാസം നടക്കുന്ന ഈ മാറ്റി വെക്കുന്ന 5%, ആ മാറ്റി വെക്കുന്ന എമൗണ്ടിനെ ടോട്ടലായിട്ട് എത്ര പേരുണ്ടോ അവർക്ക് ഓരോ റാങ്കിൽ ഡിവൈഡ് ചെയ്യും. ആ റാങ്കിലുള്ള ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ കഴിഞ്ഞ മാസം നമുക്ക് ഓക്സി റൈസർ വന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം 1,900 സംതിങ് ആണ്. ഈ ഓക്സി റൈഡർ എന്ന് പറയുന്ന റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് 2,500 താഴെയാണ്. ഓക്സി റേഞ്ചർ എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് 11,000 രൂപക്ക് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ റാങ്കിലും എത്ര പേരുണ്ടോ അവർക്ക് ബിസിനസിന്റെ റേഷ്യോ അനുസരിച്ചിട്ട് കിട്ടാൻ പറ്റാവുന്ന ഒരു സൂപ്പർ ഇൻകം ആണ് ഏത് ITB ബോണസ്. ഇത് 200 കോടി രൂപയുടെ വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും, 100 കോടി ITB ബോണസിന്റെ ലിമിറ്റ് മാത്രം കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഒരു ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏതൊരു കമ്പനിയിലും ഇല്ലാത്ത ഒരു സിസ്റ്റം, ഒരു സംഭവം നമ്മുടെ കമ്പനി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. പലർക്കും നേരത്തെ ഞാൻ പ്ലാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ദിവസം 25 ജോഡിയുടെ എമൗണ്ട് ആണ് നമുക്ക് മാക്സിമം തരുള്ളൂ. പക്ഷെ നമുക്ക് ബിസിനസ് വളർന്നതിനനുസരിച്ചിട്ട് ഒരു ദിവസം 50 ജോഡി 100 ജോഡിക്ക് ബിസിനസ് നമ്മുടെ ടീമിൽ വരും. പക്ഷെ വിഷമിക്കണ്ട, അവിടെ വാഷ് ഔട്ട് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് 50 ജോഡി ഒരു ദിവസം മാച്ചായി ബാക്കിയുള്ളത് വാഷ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ 10,000 രൂപ എന്ന് പറയുന്ന ഈ ഒരു ടാർഗറ്റ് നിങ്ങളുടെ എലിജിബിലിറ്റി ആയിട്ട് കൗണ്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഓക്സി റൈസറിലുള്ള ഫസ്റ്റ് റാങ്കിലുള്ള ഇൻകം നിങ്ങൾക്ക് 5,000 രൂപ കിട്ടും. ഇനി ഈ 50 ജോഡിക്ക് പകരം ഒരു ദിവസം 100 ജോഡി മാച്ച് ആയിട്ട് 25 ജോഡിയുടെ ക്യാഷ് കിട്ടുള്ളൂ. ബാക്കി 75 ജോഡി നമുക്ക് എന്താവും, വാഷ് ഔട്ട് ആവും. വിഷമിക്കണ്ട, നമ്മൾ 20,000 രൂപയുടെ ലിമിറ്റിലെത്തും. നമുക്ക് 5,000 എന്ന് പറയുന്ന ഈ ലിമിറ്റ് 10,000 ആയിട്ട് ഉയരും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ അക്യുമുലേറ്റീവ് ആയിട്ട് നമുക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പ്ലാൻ ആണ് നമ്മളുടെ ITB എന്ന് പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഇവിടെ ആ ലിമിറ്റ് മാത്രം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാലറി പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. നമുക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട്, സാലറി എന്നല്ല ഒരു സാലറി പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. കാരണം എല്ലാ മാസവും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മറ്റുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ബോണസ് ആയിട്ട് നമുക്ക് എന്തിട്ടുണ്ട്, ITB ബോണസ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസിംഗ് ആണ്. റീപർച്ചേസ് ഇൻകത്തിൽ നമുക്ക് 3 കാറ്റഗറി ആണുള്ളത്. മെയിൻ ആയിട്ട് നമ്മളുടെ സ്വന്തം ഓൺ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീപർച്ചേസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കമ്പനി ആമസോണുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനോ നമ്മുടെ സൈറ്റിലോ കയറിയിട്ട് ആമസോണിക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ആ ആമസോണിൽ ഇപ്പൊ നിലവിൽ ഇന്നലെ ചെക്ക് ചെയ്ത സമയത്ത് ആപ്പിൾ 15 ഐഫോൺ വരെ ഉണ്ട്. പല രീതിയിലുള്ള ഫോണുകൾ ഉണ്ട്, പല പ്രൊഡക്റ്റുകൾ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നമ്മളുടെ കമ്പനിയുടെ സൈറ്റ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഷോപ്പ് ടൈപ്പ്, അടുത്ത ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതാണ്. നമ്മുടെ കമ്പനിയുടെ ഷോപ്പ് ടൈപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷോപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മീൻ കടയും പച്ചക്കറി കടയും ബാർബർ ഷോപ്പും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറും ടെക്സ്റ്റൈൽസും എല്ലാ സംഭവങ്ങളും ഓട്ടോറിക്ഷ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലോട്ട് സ്പോൺസർ ചെയ്തുള്ള ലീഡറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മളുടെ കമ്പനിയുടെ ഓരോ പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക റീപർച്ചേസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലോട്ട് പോകുന്ന ഒരു ഇൻകം, അതായത് ഇപ്പൊ നമ്മൾ ഓൺ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ ഒരു RP 100 rupees ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഏകദേശം. അതിൽ 10% ക്യാഷ് ബാക്കും 19 ലെവലിലോട്ട് ഒരേപോലെ, അതായത് ഇപ്പൊ നമ്മളൊരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റി വെക്കുന്ന ഈ ഒരു 19 രൂപനെ 19 നമ്മളുടെ മുകളിലെ ലെവലിലോട്ടും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതോടൊപ്പം തന്നെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സിലോട്ട് പോകും 21, പിന്നെ 5 ഡെവലപ്മെന്റ് ഇൻകത്തിലോട്ട് പോകും.
പിന്നെ ഗ്ലോബൽ വാറ്റിൽ പിന്നെ GST 18%, കമ്പനിക്ക് 17%. ഓക്കെ, ഇതാണ്. പിന്നെ നമ്മുടെ ഷോപ്പ് ടൈപ്പ് ചെയ്ത് വരുന്ന റീപർച്ചേസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ ഷോപ്പ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ പല കമ്പനികളുടെയും ഭാഗമാവുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും, പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ RBIയുടെ പെർമിഷൻ കിട്ടിക്കിടക്കുന്ന ഓക്സിപേ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 10,000 IDs കമ്പനിയിൽ ജനറേറ്റ് ആവുന്ന സമയം, അന്നേക്ക് 3 ദിവസത്തിനുള്ളിൽ ഓക്സിപേ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ലോഞ്ച് ആകും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിലൂടെ നടത്തുന്ന ഇടപാടുകൾക്കുള്ള ബെനിഫിറ്റുകളൊക്കെ നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അനൗൺസ് ചെയ്യാം. ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതൊക്കെ പലരും ആഗ്രഹിച്ചിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കമ്പനി ഇത് ഓൾറെഡി എല്ലാം വരും എന്നല്ല പറയുന്നത്, എല്ലാം അവിടെ റെഡിയാണ്. ഇനി നമ്മളത് ഒന്ന് എന്താ പറയാ, ഇല ഇട്ട് ആ സദ്യ ഒന്ന് വളമ്പിയാൽ മാത്രം മതി, എല്ലാം അവിടെ റെഡി ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, ഓക്സിപേ നമുക്കറിയാം, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എന്താണ് ഓക്സിപേ എന്ന്. ചിലപ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ ഇത്തരത്തിലുള്ള ഗൂഗിൾ പേ അറിയാത്തൊരു, ഫോൺ പേ അറിയാത്തൊരു, പേടിഎം അറിയാത്തൊരുന്നില്ല. അതുപോലുള്ള ഒരു സംവിധാനമാണ് ഓക്സിപേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് റീപർച്ചേസിൽ ഒട്ടനവധി ഇൻകം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റിവാർഡ്സ്, അതിലുള്ള റിവാർഡ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് മുതൽ ഇന്റർനാഷണൽ റോയൽ ക്രൗൺ എംപറർ എന്ന് പറയുന്ന ഒരു റാങ്ക് വരെ, അതായത് ഗോൾഡ് 2,000 രൂപയുടെ ഗോൾഡ് മുതൽ 10 കോടിയുടെ ഡയമണ്ട് വരെയുള്ള ഒരുപാട് റിവാർഡ്സുകൾ തരുന്ന ഒരു അൺലിമിറ്റഡ് ആയിട്ട് റീപർച്ചേസിംഗ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളുടെ പാർട്ണറുമായിട്ട്, സ്പോൺസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് ഒരു പാൻ കാർഡിൽ ഒരു രജിസ്ട്രേഷൻ ആണ് പറ്റുന്ന, അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു പേ ഔട്ടോ ടാക്സോ കാര്യങ്ങളോ ഒന്നും, ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ലാത്ത ഒരു കമ്പനി, ഒരു സൂപ്പർ പ്ലാറ്റ്ഫോം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ദൈവികത്വമുള്ള, നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലെ, ഒരു നമുക്ക് നല്ലൊരു കോൺസെപ്റ്റ്, ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, വളരെയധികം ക്വാളിറ്റിയുള്ള, റിട്ടേൺ ബാക്ക് ഉള്ള, മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള സൂപ്പർ പ്രൊഡക്റ്റുകൾ, റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മളെപ്പോഴും ആഗ്രഹിക്കില്ല. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 5% നമ്മളുടെ ഇൻകത്തിൽ നിന്ന് TDS പോകുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റേഷൻ ചാർജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5% പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബില്യൺ ക്ലബിലും ട്രില്യൺ ക്ലബിലും നേരിട്ട് ആക്സസ് ഇല്ല. പിന്നെ 5 ക്ലബിലും മിറർ ജിനോളജിയാണ്. ഓക്കെ, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ ആണെന്നുള്ളത്. കമ്പനിയുടെ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് നിങ്ങൾക്ക് ഏവർക്കും ചെക്ക് ചെയ്യാം. www.oxyshop.in എന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സഫാരിയിലോ മറ്റുള്ള ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ കമ്പനിയുടെ സൈറ്റ് കാണാവുന്നതാണ്. ഈ പിന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഞാൻ പറഞ്ഞു നിലവിൽ എലങ്കിയിലാണ്. ബാംഗ്ലൂരിലുള്ള ആളുകൾ ഈ മീറ്റിംഗിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എലങ്കിയിലാണ് കമ്പനിയുടെ ഓഫീസ് ഉള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഓക്സി ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുള്ളത് ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ, ഒരു വലിയ ഓർഗനൈസേഷന്റെ, ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള വലിയ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട്, ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള, എനിക്കറിയാം ഒരൊറ്റ മീറ്റിംഗ് കൊണ്ടോ പ്രോഗ്രാം കൊണ്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേട്ടതെന്തോ അതൊക്കെ മാറ്റിവെക്കുക. ഇത് നിങ്ങൾ അനുഭവിച്ചറിയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് തരുന്നു, ജീവിതത്തിൽ രക്ഷപ്പെടും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ 1000 രൂപ മുതൽ 10 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് വേർത്ത് ആയിട്ടില്ല. നമ്മളുടെ ഇന്ന് ഓരോ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അതാണല്ലോ ഹോസ്പിറ്റലുകൾ പെരുകുന്നത് അല്ലെ. പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളാണ് നമ്മളുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതൊക്കെ അനുഭവമാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവർക്കും
ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ്, അല്ലാതെ മെഡിസിൻ അല്ല. നമ്മളുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും മാറുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ആ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനും നമുക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കിട്ടുന്നതിനും വേണ്ടിയിട്ടും ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ, ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യും വാട്ട് ഈസ് ന്യൂട്രാസ്യൂട്ടിക്കൽ. അപ്പൊ ആ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ വലിയ ഒരു കലവറയുള്ള വലിയൊരു പ്രസ്ഥാനത്തിലോട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ, കമ്പനിയുടെ ഭാഗമാവാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്, താങ്ക് യു, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്.